ഉദാഹരണങ്ങൾ, ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞു പോകാൻ നിങ്ങൾ ചിന്തിക്കണം. ഏത് രംഗത്തും ശാസ്ത്രീയമായി, സയൻസുപരമായി, അതുപോലെ തന്നെ ഹിസ്റ്ററി, ചരിത്രപരമായി, ധാർമ്മികമായി എല്ലാം ഇസ്ലാമിന്റെ നിയമങ്ങളെ ശ്രദ്ധിച്ചാൽ ഒരു ഉദാഹരണം ദൈവവിശ്വാസത്തിന്റെ കാര്യമെടുക്കാം. ദൈവവിശ്വാസത്തെ കുറിച്ച് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്, ഹിന്ദു മതത്തിന്റെ കൺസെപ്റ്റ്, ശങ്കരാചാര്യരുടെ കൺസെപ്റ്റ്, ക്രൈസ്തവ കൺസെപ്റ്റ്, ഇതെല്ലാം വിലയിരുത്തുമ്പോൾ ഇസ്ലാം ദൈവത്തെപ്പറ്റി പറയുന്നതും ഇതര മതസമൂഹങ്ങൾ ദൈവത്തെപ്പറ്റി പറയുന്നതും എൻറ്റയർലി ഡിഫറൻസാണ്. വലിയ വ്യത്യാസമുണ്ട്. എന്താണ്? അഹം ബ്രഹ്മാസ്മി തത്വമസി, ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈപനാപര. ദൈവം ബ്രഹ്മം സത്യമാകുന്നു, ഈ പ്രപഞ്ചം മിഥ്യയാകുന്നു എന്ന സങ്കല്പം. ഞാനും നീയും ദൈവമാണ്. അനൽ ഹക്ക് അൻതൽ ഹക്ക്. ഇതാണ് സൂഫി ചിന്ത. ഇത് സെന്നവസ്തിൽ നിന്ന്, പേർഷ്യൻ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി വരുന്നത്. ഈ രണ്ട് ചിന്തകളും മനുഷ്യന് നല്ലതല്ല. ഇസ്ലാമിന്റെ കൺസെപ്റ്റ് എന്താ? ദൈവം വേറെ, സൃഷ്ടി വേറെ. സൃഷ്ടാവും സൃഷ്ടിയും രണ്ടും രണ്ടാണ്. സൃഷ്ടാവ് വേറെ, സൃഷ്ടി വേറെ. സൃഷ്ടിയുടെ യാതൊരവസ്ഥയുമല്ല സൃഷ്ടാവിന്. സൃഷ്ടാവിന്റെ ഒരു ഗുണം പോലും സൃഷ്ടിക്കില്ല. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കപ്പെടുന്നത്. പിന്നെയോ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഇസ്ലാം, നിങ്ങൾ നോക്കൂ, ഒരു പഞ്ചായത്തിന്റെ ദൈവത്തെ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടില്ല. 50 ലക്ഷം പേർക്ക് ഒരു ദൈവം, 5000 പേർക്ക് ഒരു ദൈവം. ശ്രീ ഗുരുവായൂരപ്പൻ ഈ വാഹനത്തിന്റെ ഐശ്വര്യം, പിശാരിക്കാവിലമ്മ ഈ വാഹനത്തിന്റെ ഐശ്വര്യം, വേളാങ്കണ്ണി മാതാവ് ഈ വാഹനത്തിന്റെ ഐശ്വര്യം, അതുപോലെ ഉള്ളാളം തങ്ങൾ ഈ വീടിന്റെ ഐശ്വര്യം, ഉള്ളാളം തങ്ങൾ ഈ വാഹനത്തിന്റെ ബർക്കത്ത്. ഇതൊക്കെ വർഗീയതയാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള വർഗീയത. മനുഷ്യരെ വർഗീയതയിലേക്ക് കൊണ്ടുപോവുക, മനുഷ്യരെ വർഗീയവൽക്കരിക്കുക. നിങ്ങൾ നോക്കൂ, ഇവിടെ വന്നിട്ടൊരു സന്യാസി പറയുന്നു കല്ലും മുള്ളും മുരടും ഒക്കെ ദൈവമാണ് എന്ന്, ഞാനും നീയും ദൈവമാണെന്ന്. കള്ളുഷാപ്പിൽ നിന്ന് മൂക്കറ്റൻ കള്ളു കുടിച്ചിറങ്ങുന്ന ഭാസ്കരനെ ഹിന്ദു വിളിക്കുന്നു ദൈവമെന്ന്. പെണ്ണ് പിടിച്ച് പെണ്ണിനെ വ്യഭിചരിച്ച് ബലാത്സംഗം ചെയ്ത തെമ്മാടിയെ ശങ്കരാചാര്യരുടെ ദർശനം വിളിക്കുന്നു ദൈവമെന്ന്. അപ്പൊ ദൈവം വ്യഭിചരിക്കുമോ? ദൈവം കള്ളുകുടിക്കുമോ? ദൈവം പെണ്ണ് പിടിക്കുമോ? ദൈവം മനുഷ്യനെ കൊല്ലുമോ? അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പം എന്താ? ആരാണ് ദൈവം? പരമകാരുണ്യകനായ ദൈവം. ഹിന്ദുവിനെ, മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ, ജൈനനെ, ബൗദ്ധനെ, മതമുള്ളവനെ, ഇല്ലാത്തവനെ, നിരീശ്വരവാദിയെ എല്ലാം സൃഷ്ടിച്ച ഏകനായ ദൈവം. നമുക്ക് പറയല്ല, ഭാസ്കരൻ വന്ന് ചോദിക്കുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ നിന്റെ ദൈവമാരാ? അപ്പൊ നമ്മൾ ഭാസ്കരനോട് പറയുന്നു നിന്റെയും എന്റെയും ദൈവം. ഇന്ത്യയിലെ 85 കോടി ഹിന്ദുക്കൾ നമ്മളോട് ചോദിക്കുന്നു ആരാ നിങ്ങളുടെ ദൈവം? ഈ ഭൂമിയെ സൃഷ്ടിച്ചവൻ നമ്മുടെ ദൈവം. സായിബാബ ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ടില്ല. മാതാമൃതാനന്ദമയി 57 കൊല്ലങ്ങൾക്കപ്പുറത്തില്ല. രവിശങ്കർ കുറെ വർഷങ്ങൾക്കപ്പുറത്തില്ല. അതുകൊണ്ട് തന്നെ മുമ്പില്ലാത്ത, ഇപ്പോഴുള്ള, നാളെ ഇല്ലാതാകുന്ന ഒരു ശക്തിയെ ദൈവമായി അംഗീകരിക്കാൻ മന്ദബുദ്ധികളെ ഇസ്ലാം സൃഷ്ടിച്ചിട്ടില്ല. മറിച്ച് ഇസ്ലാം നോക്കൂ, സൂര്യൻ എത്ര നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്, ആദാമൃതാനന്ദമയ്ക്ക് എത്ര വർഷത്തിന്റെ പഴക്കമുണ്ട്. ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമുഖത്ത് ജനിച്ചു. അതിനു മുമ്പ് മുഹമ്മദ് നബി ഇല്ല. എന്നാൽ അതിനു മുമ്പ് ആകാശമുണ്ട്, അതിനു മുമ്പ് ഭൂമിയുണ്ട്, അതിനു മുമ്പ് സാഗരങ്ങളുണ്ട്, അതിനു മുമ്പ് കാട്ടാളുകളുണ്ട്, കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹമുണ്ട്, അതിന്റെ ഗർജനം കേട്ട് ഓടി വയ്ക്കുന്ന മാൻപേടയുണ്ട്. എങ്കിൽ നമ്മുടെ ചോദ്യം, മുഹമ്മദ് നബി ലോകത്തിന്റെ സൃഷ്ടാവാണോ? അല്ല. യേശുക്രിസ്തു ഈ ഭൂമുഖത്ത് വരുന്നതിന് മുമ്പ് ആകാശമുണ്ട്, ഭൂമിയുണ്ട്, സർവ്വചരാചരങ്ങളുണ്ട്. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു എന്ത്? ആകാശത്തെ ചൂണ്ടി പറഞ്ഞു റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മുഖിനീൻ. ഖുർആനിലെ 26-ാം അധ്യായം സൂറത്ത് ശുഅറാ അതിലെ 23 മുതലുള്ള വചനങ്ങൾ വ്യക്തമാണ്. റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ നാഥനെയാണ് ഞങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട്, എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവരോട്, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവത്തെ നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവം വേളാങ്കണ്ണി മാതാവല്ല, പിശാരിക്കാവിലെ അമ്മയല്ല. ഗുരുവായൂർ കേരളത്തിലെ ഒരു സ്ഥലമാണത്. ശബരിമല അതൊരു സ്ഥലമാണത്. ഉള്ളാളം അതൊരു സ്ഥലമാണ്. ലണ്ടനിൽ ചെന്ന് ഉള്ളാളം നിങ്ങളെ അറിയോ എന്ന് ഈ ഉള്ളാളത്തുള്ള ഒരാൾ ചോദിച്ചാൽ സായിപ്പ് ചോദിക്കും, വാട്ട് ഈസ് ഉള്ളാളം? വാട്ട് ഈസ് ഉള്ളാളം? ഉള്ളാളം എന്ന് പറയുന്നത് ലോകഭൂപടത്തിൽ ഉള്ളാളത്തിന് ഒരു വട്ടപൂജ്യമേ ഉണ്ടാവും, ഒരു സൂചിപ്പൊട്ട് പോലെ. ലോകഭൂപടത്തിൽ ഗുരുവായൂരിലുള്ള സ്ഥാനം ഒരു സൂചിപ്പൊട്ട് പോലെയുള്ള സ്ഥാനമാണ്. ഞങ്ങൾ പറയുന്നതോ
ലോക ഭൂപടത്തിലെ ഇത്ര പോകുന്ന സ്ഥലത്തെ ദൈവത്തെ അല്ല ഇസ്ലാം പരിചയപ്പെടുത്തി. ലോക ഭൂപടം മുഴുവനും ഉൾക്കൊള്ളുന്ന സപ്താകാശങ്ങളുടെയും സപ്തസാഗരങ്ങൾ എത്ര ഉജ്ജ്വലം, എത്ര ഉജ്ജ്വലം. ആരാ ബഷീർ നിന്റെ ദൈവം? എന്റെയും നിന്റെയും ദൈവം, ഈ ആനയുടെ ദൈവം, ഈ പശുവിന്റെ ദൈവം. ഭാസ്കരനോടിക്ക് നിന്റെ ദൈവം ആരാ? അതാ ആ കാട്ടിച്ചു പോകുന്ന പശു. അങ്ങ് ഒറീസയിൽ ചെന്നിട്ട് അവിടുത്തെ ഹിന്ദു സഹോദരനോട് ചെയ്യാ, ആരാ നിന്റെ ദൈവം? ആ വാലിങ്ങനെ ആട്ടി ഓടുന്ന എലി. അതല്ല ഇവിടുത്തെ മറുപടി. ആരാ നിന്റെ ദൈവം? എലിയെയും പൂച്ചയെയും കാക്കയെയും പാമ്പിനെയും സിംഹത്തിലെയും തേളിനെയും ലോകത്തെ സകല കോടി ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, മരണമില്ലാത്ത, ക്ഷീണമില്ലാത്ത, തളർച്ചയില്ലാത്ത അല്ലാഹു ലാ ഇലാഹ. ആരാ അല്ലാഹ്? അല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹില്ല. അല്ലാഹുല്ലദീ, ആരാ നിങ്ങളുടെ റബ്ബ്? ആരാ നിങ്ങളുടെ അല്ലാഹു? അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും. നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം 40-ാമത്തെ വചനം, സൂറത്തുർ റൂം. അല്ലാഹു ആരാ? നിങ്ങളെ സൃഷ്ടിച്ചവൻ. ആരെ? 10 മുസ്ലിങ്ങളെയാ? അല്ല. സൗദി അറേബ്യക്കാരെയാ? അല്ല. 714 കോടി മനുഷ്യരെയും സൃഷ്ടിച്ച ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ അവനാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. ഹിന്ദുവിന് ഹിന്ദു ദൈവമല്ല, ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യൻ ദൈവമല്ല, മുസ്ലിമിന് മുസ്ലിം ദൈവമല്ല. മഴ ചൊരിയുന്നു. ആര് ചൊരിഞ്ഞു തരുന്നു? പ്രപഞ്ചത്തിന്റെ നാഥൻ. ആർക്ക് വേണ്ടി ചൊരിഞ്ഞു തരുന്നു? ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ലോകത്തുള്ള ഭൂമിയിലുള്ള എല്ലാം മനുഷ്യർക്ക് വേണ്ടി പരമകാരുണ്യകൻ, കരുണാവാരിധി, അളവറ്റ ദയാവരൻ, റബ്ബുൽ ആലമീൻ, ലോകത്തിന്റെ സൃഷ്ടാവ് അവൻ. അവൻ ഈ ശബ്ദം, ഈ ശക്തി. നിങ്ങൾ ആലോചിച്ചു, ഖുർആനിലെ ഒടുവിലത്തെ ഗ്രന്ഥത്തിലെ ഒടുവിലത്തെ അധ്യായം അന്നാസ്. അന്നാസ്, അത്ഭുതം, അത്ഭുതം. അന്നാസ്, മാസ്, പീപ്പിൾ, മനുഷ്യർ. കുൽ അഊദു ബിറബ്ബിൻ നാസ്. ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ഗുരുവായൂരപ്പ എന്ന് പറയുമ്പോൾ പുറത്ത് മറ്റേ ഉള്ളാടന്തങ്ങളെ. അപ്പൊ ഭാസ്കരൻ പറഞ്ഞു മുഹമ്മദിനോട്, എടാ ഒന്ന് ഗുരുവായൂരപ്പ എന്ന് വിളിയടാ. തിരിച്ചവനും പറഞ്ഞു ഒന്ന് ഉള്ളാടന്തങ്ങളെ എന്ന് വിളിയടാ. അപ്പൊ മൂന്നാമത്തെ ഒരു കക്ഷി വന്നു, സെലഫി, താടിയൊക്കെ ഉള്ളത്. ഓൻ പറഞ്ഞു, ഭാസ്കരനോടും പറഞ്ഞു, മൊയ്മോനോടും പറഞ്ഞു, ഉള്ളാടത്തെയും വിടാ, ഗുരുവായൂരിനെയും വിടാ. എന്നിട്ട് നമുക്ക് രണ്ടുപേരും കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കാം, ഭാസ്കരന്റെയും മുഹമ്മദിന്റെയും ദൈവമായ അല്ലാഹ്, പ്രപഞ്ചത്തിന്റെ നാഥ, മനുഷ്യകുലത്തിന്റെ ദൈവമേ. കണ്ടോ, ഒരു രാജ്യത്തിന്റെ ദൈവമല്ല, ഒരു പഞ്ചായത്തിന്റെ ദൈവമല്ല, ഒരു പുട്ടപ്പർത്തിയിലാളുകളുടെ ദൈവമല്ല, പിന്നെയോ ലോകത്തിന്റെ സൃഷ്ടാവ്. എത്ര ബെറ്റർ. എന്താ മതം? എന്താ മതം? ഇസ്ലാം പറയാൻ എന്താ മതം? നീ നിന്നെ അടിവരയിടണം. വാട്ട് ഈസ് റിലീജിയൻ? ഖുർആന്റെ മറുപടി, വാട്ട് ഈസ് റിലീജിയൻ? എന്താണ് മതം? എന്താണ് മതം? ഖുർആൻ പറയുന്നു, എന്താ മതം? നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ സൃഷ്ടിനാഥന് നീ നിന്നെ സമർപ്പിക്കുമ്പോൾ നിനക്ക് എന്തൊരു സമാധാനം ഉണ്ടാകുന്നുവോ അതാകുന്നു റിലീജിയൻ, അതാകുന്നു ദീനുൽ ഖയ്യിം, അതാകുന്നു ചൊവ്വായ മതം. ഭാസ്കരൻ, മാധവി, ദേവൻ, അമിന, ആയിഷ ഇവരെല്ലാം ഒരു സൃഷ്ടാവിന്റെ അടിമകൾ ഇസ്ലാം ലോകത്തോട് പ്രഖ്യാപിച്ചു. നോ ഈസി വാക്ക് ടു ഫ്രീഡം, നോ ഈസി വാക്ക് ടു ഫ്രീഡം. നെൽസൺ മണ്ടേലയുടെ ഗ്രന്ഥമാണ്. 27 സംവത്സരങ്ങൾ വെള്ളക്കാരന്റെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നത് ഞാൻ കള്ളു കുടിച്ചിട്ടല്ല, വ്യഭിചരിച്ചിട്ടല്ല, നാട്ടുകടവേട്ടിച്ചിട്ടല്ല, എന്റെ തൊലി കറുത്തുപോയി, ഞാൻ ബ്ലാക്കായി പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. ജാതി ചോദിക്കുന്നില്ല ഞാൻ, സോദരി ചോദിക്കുന്നു തന്നെ എന്ന് കുമാരനാശാനെ പാടേണ്ടി വന്നതും ഇതുകൊണ്ടാണ്. ജാതിയില്ല ഇസ്ലാമിൽ, വർഗീയതയില്ല ഇസ്ലാമിൽ. യാ അയ്യുഹന്നാസ്. നോക്കൂ, വല്ലാത്തൊരു വിളി. ബക്കര എന്ന് വിളിക്കുന്നതിന് പകരം വിശ്വ ഹിന്ദുക്കളെ ഒന്നിക്കൂ, വിശ്വ മുസ്ലിങ്ങളെ ഒന്നിക്കൂ, സർവ്വരാജ്യ തൊഴിലാളികളെ ഒന്നിക്കൂ. ആർക്കെതിരെ? സർവ്വരാജ്യ മുതലാളിമാർക്കെതിരെ. സർവ്വരാജ്യ മുതലാളികളെ ഒന്നിക്കൂ. ആർക്കെതിരെ? സർവ്വരാജ്യ തൊഴിലാളികൾക്കെതിരെ. ഇത് വർഗീയതയാണ്, ഇത് സങ്കുചിതമാണ്. അവിടെ ഖുർആനിലെ 20 വചനങ്ങളിലൂടെ 19 വചനങ്ങളിലൂടെ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശൂബൻ വഖബായില ലിതആറഫു യാ അയ്യുഹന്നാസ് അഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും യാ അയ്യുഹൽ ഇൻസാൻ മാ ഗററക ബിറബ്ബിക്കൽ കരീം യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക ഖാദിഹുൻ ഇലാ റബ്ബിക ഖദ്ഹം ഫമുലാഖി യാ അയ്യുഹൽ ഇൻസാൻ. എത്ര സ്ഥലങ്ങളിൽ ഖുർആനിലെ 2-ാം അധ്യായം 21-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 168-ാമത്തെ വചനം,
വചനം, ഖുർആനിലെ 2-ാം അധ്യായം 213-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 1-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായം 13-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 82-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വചനങ്ങൾ, വിശുദ്ധ ഖുർആനിലെ 86-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ നിറഞ്ഞ് അന്നാസ്, അല്ലയോ മനുഷ്യരെ, അതിലെല്ലാവരും വന്നു. മക്കളെ, നിങ്ങൾ എല്ലാവരും ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞാൽ മുഹമ്മദേ നീ പോകരുത് എന്നതിനർത്ഥമില്ല. എല്ലാവരും, മനുഷ്യരെ, നിങ്ങളുടെ ദൈവം, കുൽ അഊദു ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ ദൈവമേ ഞാൻ നിന്നോട് അഭയം തേടുന്നു. അവൻ വർഗീയവാദിയല്ല, നേരെ മറിച്ച് ഭാസ്കരന്റെ ദൈവമേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. എനിക്ക് അതുകൊണ്ടാണല്ലോ പിശാരിക്കാവിലെ അമ്മ ഈ വാഹനത്തിന്റെ ഐശ്വര്യം, ബാക്കി വാഹനങ്ങളുടേതോ പിശാരിക്കാവിലെ അമ്മയല്ല. ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസം തിരിച്ചറിയണം. സർക്കാർ ബസ്സുകളിൽ, KSRTC ബസ്സുകളിൽ അമ്മേ നാരായണ, അതുപോലെ ശബരിമലയെ ശാസ്താവേ രക്ഷ എന്നൊക്കെയുള്ള പ്രാർത്ഥന, അങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കൽ ഒഴിവാക്കണം എന്ന് സർക്കാർ